ഇന്ന് നമ്മൾ ഒരു ബൈബിൾ കഥയിലേക്കാണ് പോകുന്നത്. അത് റൂത്തിന്റെ കഥയാണ്. റൂത്ത് ബൈബിളിൽ കാണുന്ന വെറുമൊരു പേരു മാത്രമല്ല. അവൾ ദൈവത്തിന്റെ വലിയതും ആഴമുള്ളതുമായ ഒരു മഹത്തായ പദ്ധതിയുടെ ഭാഗമാണ്. അവരുടെ ജീവിതകഥ ബൈബിളിന്റെ ഒരു മുഖ്യ പ്രവാഹത്തിലൂടെ മനുഷ്യചരിത്രത്തെ ഇന്നും വളരെയധികം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. റൂത്തിന്റെ കഥ ഒരു മഹായുദ്ധത്തിന്റെ കഥയല്ല, ഒരു രാജാവിന്റെ ഉയർച്ചയുടെ കഥയുമല്ല. ഇത് ഒരു പെൺകുട്ടി തന്റെ ദൈനംദിന ജീവിതത്തിലെടുക്കുന്ന ലളിതവും സാധാരണമായി തോന്നുന്ന ചെറിയ തീരുമാനങ്ങളുടെ കഥയാണ്. എന്നാൽ ആ ചെറുതെന്നു തോന്നുന്ന ഓരോ തീരുമാനവും ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയിൽ ക്രമേണ ചേർന്ന് മനുഷ്യചരിത്രം തന്നെ മാറ്റിമറിച്ച നിർണായക നിമിഷങ്ങളായി മാറുകയായിരുന്നു. റൂത്തിന്റെ ഈ കഥ നിങ്ങൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ക്ലാസിക് ടെയിൽ സ്റ്റോറീസ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ചാനലിലെ കൂടുതൽ മനോഹരമായ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. കഥ തുടങ്ങുന്നതിനു മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥന കൂടി. ഈ കഥ നിങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്ന് കോമന്റ് ബോക്സിൽ എഴുതാമോ? നിങ്ങൾ എല്ലാവരും ഏതേത് സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ചാനൽ കാണുന്നത് എന്നറിയാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അതെ, ഇനി നമുക്ക് റൂത്തിന്റെ കഥയിലേക്ക് കടക്കാം. റൂത്ത് ജനിച്ചത് മോവാബ് എന്ന ദേശത്തിലാണ്. മോവാബ് ഇസ്രായേലിന്റെ സുഹൃത്ത് ദേശമല്ല. പല കാലങ്ങളിലും ഇസ്രായേലിനോട് ശത്രുത പുലർത്തിയ ഒരു ദേശമായിരുന്നു അത്. മോവാബ്യരുടെ ദൈവങ്ങൾ യഹോവയല്ല, അവർ ബഹുദൈവാരാധകരായിരുന്നു. ബലികൾ, അന്ധവിശ്വാസങ്ങൾ, മനുഷ്യജീവിതത്തിന്റെ മൂല്യം കുറഞ്ഞ ആചാരങ്ങൾ, ഇവ അവിടത്തെ സാധാരണ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. റൂത്ത് ഈ അന്തരീക്ഷത്തിലാണ് വളർന്നത്. അവൾ യഹോവയുടെ നാമം ചെറുപ്രായം മുതലേ കേട്ടിട്ടില്ല, ദൈവനിയമങ്ങൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ റൂത്ത് നല്ലവളായത് മതപരമായ വളർച്ച കൊണ്ടല്ല, അവളുടെ സ്വഭാവം കൊണ്ടാണ്. റൂത്ത് ചെറുപ്രായം മുതൽ തന്നെ കഷ്ടപ്പാടറിഞ്ഞു വളർന്ന് പെൺകുട്ടിയായിരുന്നു. അവൾക്ക് അധ്വാനിക്കാൻ ഒരിക്കലും മടിയുണ്ടായിരുന്നില്ല. വയലിൽ പോകാൻ അവൾ മടിച്ചില്ല. ദാരിദ്ര്യം അവൾക്ക് ലജ്ജയായി തോന്നിയില്ല. ഇതൊക്കെ ഒരു ദിവസത്തിലുണ്ടായതല്ല. ഇത് വളർച്ചയുടെ വഴിയിൽ പതുക്കെ രൂപപ്പെട്ട ഒരു സ്വഭാവമായിരുന്നു. ഇപ്പോൾ കഥയുടെ പ്രവാഹം ഇസ്രായേലിലേക്കാണ് മാറുന്നത്. ഇസ്രായേലിലെ ഒരു പട്ടണം, ബെത്ലേഹേം. ബെത്ലേഹേം എന്ന പേരിന്റെ അർത്ഥം അപ്പത്തിന്റെ വീട് എന്നതാണ്. പക്ഷേ വിരോധാഭാസമായി ഒരു കാലഘട്ടത്തിൽ അവിടെ അപ്പം പോലും കിട്ടാനില്ലായിരുന്നു. വയലുകൾ ഉണങ്ങി, കൃഷി നശിച്ചു, വിളവുകളില്ലാതായി, കുടുംബങ്ങൾ പട്ടിണിയിലായി. ഈ സാഹചര്യത്തിലാണ് നയോമിയുടെ ഭർത്താവ് എലീമേലേക്ക് ഒരു നിർണായക തീരുമാനമെടുക്കുന്നത്. ജീവിക്കാൻ വഴിയില്ലാതായപ്പോൾ തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ അവൻ ഭാര്യ നയോമിയെയും 2 പുത്രന്മാരായ മഹലോനും കില്യോനും കൂട്ടി മോവാബ് ദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇസ്രായേലിലെ ഒരു കുടുംബം മോവാബിൽ താമസമാക്കി. ആദ്യകാലത്ത് ജീവിതം നന്നായി മുന്നോട്ടുപോയി. ഈ സമയത്താണ് നയോമിയുടെ 2 പുത്രന്മാർ വിവാഹം കഴിച്ചത്. ഒരാൾ ഓർപ്പയെ, മറ്റൊരാൾ റൂത്തിനെ. ഇസ്രായേല്യർ മോവാബ്യരെ സാധാരണയായി അവഗണിച്ചിരുന്നു. എന്നാൽ നയോമി റൂത്തിനെ അങ്ങനെ കണ്ടില്ല. അവളൊരു മരുമകളെ മാത്രമല്ല, ഒരു മകളെപ്പോലെ റൂത്തിനെ സ്വീകരിച്ചു. നയോമി ദൈവത്തെക്കുറിച്ച് പറഞ്ഞു, യഹോവയുടെ നന്മകൾ പറഞ്ഞു, വിശ്വാസത്തിന്റെ അർത്ഥം പറഞ്ഞു. റൂത്ത് ഇതെല്ലാം ശാന്തമായി കേട്ടു. ആ സമയത്ത് അവൾ തീരുമാനമെടുത്തില്ല, പക്ഷേ അവളുടെ ഹൃദയത്തിൽ ഒരു വിത്ത് വിതയ്ക്കപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അപ്രതീക്ഷിതമായി എലീമേലേക്ക് മരണപ്പെട്ടു. നയോമി വിദേശദേശത്ത് വിധവയായി. അവൾ മക്കളിൽ പ്രതീക്ഷ വെച്ചു. പക്ഷേ കാലം കടന്നപ്പോൾ അവൾക്ക് 2 പേരെയും നഷ്ടമായി. ഒരമ്മയ്ക്ക് ഇതിലധികം വേദനയുണ്ടാകുമോ? ഇപ്പോൾ മോവാബിൽ 3 സ്ത്രീകൾ മാത്രം: നയോമി, റൂത്ത്,
ഓർപ്പ. അവർക്ക് സാമ്പത്തിക സുരക്ഷയുണ്ടായിരുന്നില്ല, സാമൂഹിക സംരക്ഷണമുണ്ടായിരുന്നില്ല, ഭാവിയെക്കുറിച്ച് ഒരു ഉറപ്പുമുണ്ടായിരുന്നില്ല. ഈ അവസ്ഥയിലാണ് അവർ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അങ്ങനെ കാലം കുറേ മുന്നോട്ടുപോയി. മോവാബ് ദേശം നയോമിക്ക് വേദനയുടെ സ്ഥലമായി മാറി. ഭർത്താവും മക്കളുമില്ലാത്ത ജീവിതം അവൾക്ക് അസഹനീയമായിരുന്നു. ഒരു ദിവസം നയോമി ഒരു വാർത്ത കേട്ടു. ഇസ്രായേലിൽ ബെത്ലഹേമിൽ ദൈവം തന്റെ ജനത്തെ വീണ്ടും അനുഗ്രഹിച്ചിരിക്കുന്നു. അവിടെ വീണ്ടും അപ്പമുണ്ടായി. ആ വാർത്ത നയോമിയുടെ ഉള്ളിൽ ഒരു തീരുമാനമുണർത്തി. ഞാൻ എൻ്റെ നാട്ടിലേക്ക് മടങ്ങും. അവൾ റൂത്തിനെയും ഓർപ്പയെയും കൂട്ടി യാത്ര തുടങ്ങി. പക്ഷേ വഴിയിൽ വെച്ച് നയോമി പറഞ്ഞു, നിങ്ങൾ മടങ്ങിപ്പോകൂ, നിങ്ങളുടെ ജനത്തിലേക്ക്, നിങ്ങളുടെ വീടുകളിലേക്ക്. ഓർപ്പ കണ്ണീരോടെ മടങ്ങിപ്പോയി. പക്ഷേ റൂത്ത് നയോമിയുടെ കൈ വിടാൻ തയ്യാറായില്ല. അവൾ പറഞ്ഞു, നീ പോകുന്നിടത്തേക്ക് ഞാനും പോകും. നിന്റെ ജനം എന്റെ ജനവും നിന്റെ ദൈവം എന്റെ ദൈവവുമാകും. ഇത് ഒരു വികാരത്തിന്റെ വാക്കുകളല്ല, ഇത് ഒരു ജീവിത സമർപ്പണമായിരുന്നു. അങ്ങനെ 2 സ്ത്രീകൾ മാത്രം ബാക്കിയായി, ഒരു വൃദ്ധയും ഒരു യുവതിയും. അറിയാത്തൊരു ഭാവിയിലേക്കുള്ള അവരുടെ യാത്ര അവിടെ ആരംഭിച്ചു. അവരുടെ ആ യാത്ര വളരെ ദുരിതപൂർണമായിരുന്നു. റൂത്ത് നയോമിയെ പല സന്ദർഭങ്ങളിലും സ്വന്തം അമ്മയെപ്പോലെ സംരക്ഷിച്ചു. നയോമിയുടെ കണ്ണുകൾ സ്നേഹം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നയോമിയും റൂത്തും ബെത്ലഹേമിലെത്തി. അവർ നഗരത്തിലേക്ക് കടന്നപ്പോൾ ആൾക്കാർ അവരെ ശ്രദ്ധിച്ചു. ഇത് നയോമിയല്ലേ എന്നൊരു ചോദ്യം നഗരത്തിലുടനീളം പടർന്നു. പക്ഷേ നയോമി പറഞ്ഞു, എന്നെ നയോമി എന്ന് വിളിക്കരുത്, മാറ എന്ന് വിളിക്കൂ, കാരണം എന്റെ ജീവിതം കയ്പായി മാറി. അവൾ പറഞ്ഞു, പൂർണ്ണമായിട്ടാണ് ഞാൻ പോയത്, ശൂന്യമായി തന്നെയാണ് ദൈവം എന്നെ തിരിച്ചയച്ചത്. അത് ദൈവത്തോടുള്ള വിരോധമല്ല, അത് വേദന നിറഞ്ഞ ഒരു ഹൃദയത്തിന്റെ സത്യസന്ധമായ നിലവിളിയാണ്. ബെത്ലഹേമിൽ റൂത്ത് ഒരന്യ സ്ത്രീയായിരുന്നു, ദരിദ്ര, വിധവ. അവൾക്ക് ബന്ധുക്കളുണ്ടായിരുന്നില്ല. പക്ഷേ അവൾ പരാതിപ്പെട്ടില്ല. അവൾ പറഞ്ഞു, ഞാൻ ജോലി ചെയ്യും, കഠിനമായി. അവൾക്കതിന് ഒരു മടിയുമുണ്ടായിരുന്നില്ല. എല്ലാം അമ്മയ്ക്കു വേണ്ടി. അത് ഒരു ലളിതമായ വാചകമാണ്, പക്ഷേ അതിനുള്ളിൽ ഒരു വലിയ തീരുമാനം മറഞ്ഞിരിക്കുന്നു. ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ അവൾ തന്റെ അവസ്ഥയെ അംഗീകരിച്ചു. അവിടെ നിന്ന് ഒരു പുതിയ കഥ ആരംഭിക്കുകയായിരുന്നു. പുലർച്ചെ തന്നെ റൂത്ത് ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങി. അവളുടെ കയ്യിൽ ഒന്നുമുണ്ടായിരുന്നില്ല. പക്ഷേ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. ജീവിക്കണം, അമ്മയെ നോക്കണം. അവൾ വയലുകളിലേക്ക് നടന്നു. വിളവെടുപ്പ് കഴിഞ്ഞ് വീണുകിടക്കുന്ന ധാന്യം ശേഖരിക്കാൻ നിയമം അവൾക്ക് അനുവാദം നൽകിയിരുന്നു. അത് ദരിദ്രർക്കും വിധവകൾക്കും അന്യർക്കുമുള്ള ദൈവത്തിന്റെ കരുണയായിരുന്നു. റൂത്ത് ഒരു വയലിലെത്തി. അവൾക്കറിയില്ലായിരുന്നു ആ വയൽ ആരുടേതാണെന്ന്. അവൾക്കറിയില്ലായിരുന്നു ആ ദിവസം അവളുടെ ജീവിതം മാറാൻ പോവുകയാണെന്ന്. അവൾ തലകുനിച്ച് ധാന്യം ശേഖരിക്കാൻ തുടങ്ങി. പുലർച്ചെ മുതൽ വൈകുന്നേരം വരെ അവൾ മടിയില്ലാതെ ജോലി ചെയ്തു. വിയർപ്പും മണ്ണും കൈകളിലെ ചെറുമുറിവുകളും. എന്നിട്ടും അവൾ മടിച്ചില്ല. അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ നടന്നുവന്നു. അവൻ സുന്ദരനായിരുന്നു, കരുണയുള്ളവനും. അവന്റെ പേരായിരുന്നു ബോവാസ്. അവൻ വയൽ ചുറ്റും നോക്കി. എന്നിട്ട് ജോലിക്കാരോട് പറഞ്ഞു, യഹോവ നിങ്ങളോടുകൂടെ. അത് വെറും അഭിവാദ്യമല്ല, അത് അവന്റെ ഹൃദയത്തിന്റെ ഭാഷയായിരുന്നു. ബോവാസ് വയൽ മുഴുവൻ നോക്കി നടക്കുമ്പോൾ ഒരു പെൺകുട്ടിയിൽ അവന്റെ കണ്ണ് തട്ടി നിന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയായി ശാന്തമായി ജോലി ചെയ്യുന്ന ഒരു യുവതി. അവൾ പരാതിപ്പെടുന്നില്ല, ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നില്ല, തലകുനിച്ച് ധാന്യം ശേഖരിക്കുന്നു. ബോവാസ് ചോദിച്ചു, ഈ പെൺകുട്ടി ആരാണ്?
അവൻ കേട്ടു. മോവാബ് ദേശത്തുനിന്ന് വന്നവൾ, നയോമിയുടെ മരുമകൾ, വിധവ, കഠിനാധ്വാനി. ആ വാക്കുകൾ ബോവാസിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക ബഹുമാനം അവളോടുണർത്തി. അവൻ റൂത്തിനടുത്തേക്ക് വന്നു. മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. നിന്റെ കഠിനാധ്വാനത്തിന് വില ലഭിക്കും. നീ ഈ വയൽ വിടരുത്. എന്റെ ജോലിക്കാരുടെ കൂടെ ഇരിക്കുക. ഇതൊരു ഉത്തരവല്ല, ഒരു സംരക്ഷണ വാക്കാണ്. അവൻ അവൾക്ക് സുരക്ഷ നൽകി, മര്യാദ നൽകി. അവളെ ഒരു അന്യസ്ത്രീയായല്ല, ഒരു മനുഷ്യയായി അവൻ കണ്ടു. റൂത്ത് അത് കേട്ട് തല കുനിച്ചു പറഞ്ഞു, ഞാൻ അന്യസ്ത്രീയായിരിക്കെ എന്തിന് നിങ്ങൾ എന്നോടിങ്ങനെ ദയ കാണിക്കുന്നു? അവളുടെ ശബ്ദത്തിൽ ആശ്ചര്യവും വിനയവും കൂടിച്ചേർന്നിരുന്നു. ബോവാസ് അവളെ നോക്കി പറഞ്ഞു, നീ നയോമിക്കായി ചെയ്തതെല്ലാം എനിക്കറിയാം. നീ നിന്റെ ജനത്തെയും നിന്റെ ദേശത്തെയും വിട്ടുവന്നത് ദൈവം കണ്ടിരിക്കുന്നു. ദൈവത്തിന് അതത്രമേൽ പ്രിയമുള്ളതാക്കുന്നു. അത് വെറുമൊരു പ്രശംസയായിരുന്നില്ല. റൂത്തിന്റെ ത്യാഗം അവൻ മനസ്സിലാക്കിയിരുന്നു. ആ നിമിഷത്തിൽ രണ്ടുപേരുടെയും ഇടയിൽ ഒരു മൗനബന്ധം രൂപപ്പെട്ടു. വാക്കുകളില്ലാത്ത ഒരാദരം, അവൾക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കിയത്. തിരികെ വരുന്ന വഴി അവൾ അവനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചത്. ആ ദിവസം റൂത്ത് വളരെയധികം ധാന്യം വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇത് കണ്ട നയോമി അത്ഭുതപ്പെട്ടു. അവൾ ചോദിച്ചു, നീ ഇന്ന് എവിടെയാണ് ജോലി ചെയ്തത്? റൂത്ത് പറഞ്ഞു, ബോവാസ് എന്ന മനുഷ്യന്റെ വയലിൽ. ആ പേര് കേട്ടപ്പോൾ നയോമിയുടെ മുഖം മാറി. അവൾ പതുക്കെ പറഞ്ഞു, അവൻ നമ്മുടെ ബന്ധുവാണ്. അവിടെ ഒരു കാര്യം വ്യക്തമായി. ഇത് വെറും യാദൃശ്ചികമല്ല. ദൈവം നിശബ്ദമായി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. രണ്ട് ഹൃദയങ്ങൾ, ഒരു വയൽ, ഒരു ദൈവീക പദ്ധതി. അത് കേട്ടപ്പോൾ നയോമിയുടെ മനസ്സിൽ ഒരു ചിന്ത തെളിഞ്ഞു. അവൾ പറഞ്ഞു, അവൻ നമ്മുടെ അടുത്ത ബന്ധുവാണ്. നമ്മുടെ വീണ്ടെടുത്തുകാരനാകാൻ അവൻ അവകാശമുണ്ട്. വീണ്ടെടുപ്പുകാരൻ എന്നാൽ ഏറ്റവും അടുത്ത ബന്ധുവിന് കുടുംബാംഗത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹം കൊടുത്തിരുന്നു. അവിടെ നയോമി ഒന്നുകൂടി മനസ്സിലാക്കി, ദൈവം റൂത്തിന്റെയും തന്റെയും ജീവിതത്തിൽ ഇനിയും ഒന്നുകൂടി ചെയ്യാനുണ്ട്. ഒരു ദിവസം നയോമി റൂത്തിനോട് പറഞ്ഞു, മകളെ, ഞാൻ നിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. ഇത് ഒരു വികാരത്തിന്റെ ചിന്തയല്ല. ഇത് നിയമവും സംരക്ഷണവും അടിസ്ഥാനമാക്കിയുള്ള ഒരു തീരുമാനമാണ്. വിളവെടുപ്പ് കഴിഞ്ഞ രാത്രിയിൽ ബോവാസ് അരക്കളത്തിൽ വിളവ് കാത്ത് ഉറങ്ങും. അവിടെ ചെന്ന് വിനയത്തോടെ അവന്റെ കാലടിയിൽ കിടക്കാൻ നയോമി റൂത്തിനോട് പറഞ്ഞു. ഇത് അനാചാരമല്ല. അത് അന്നത്തെ സംസ്കാരത്തിൽ സംരക്ഷണം അഭ്യർത്ഥിക്കുന്ന ഒരു നിശബ്ദ സന്ദേശമായിരുന്നു. റൂത്ത് ഭയപ്പെട്ടില്ല. അമ്മയെ സംശയിച്ചുമില്ല. അവൾ നയോമിയുടെ വാക്ക് അനുസരിക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രിയിൽ അവൾ അരക്കളത്തിലേക്ക് പുറപ്പെട്ടു. അവൾ നല്ല ഇരുട്ടിലായിരുന്നു അവിടെ ചെന്നത്. അർദ്ധരാത്രിയിൽ ബോവാസ് ഉണർന്നു. അവൻ ചോദിച്ചു, നീ ആരാണ്? റൂത്ത് ശാന്തമായി പറഞ്ഞു, ഞാൻ നിന്റെ ദാസി റൂത്ത്. നീ എന്റെ വീണ്ടെടുപ്പുകാരനാണ്. ഇത് സ്നേഹത്തിന്റെ അപേക്ഷയല്ല. ഇത് നിയമപരമായ സംരക്ഷണത്തിന്റെ അഭ്യർത്ഥനയാണ്. ബോവാസ് പറഞ്ഞു, മകളെ, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അവൻ റൂത്തിന്റെ മാനത്തെ സംരക്ഷിച്ചു. അവൻ പറഞ്ഞു, എന്നേക്കാൾ അടുത്ത ഒരു ബന്ധു ഇനിയുമുണ്ട് നിനക്ക്. അവൻ കൂട്ടിച്ചേർത്തു, നാളെ ഇത് നിയമപരമായി തീരുമാനിക്കാം. നീ ഭയപ്പെടേണ്ട. ദൈവം ഉറപ്പായും നിന്നോട് കൂടെയുണ്ട്. അവൻ റൂത്തിനെ ശൂന്യമായി അയച്ചില്ല. റൂത്ത് വീട്ടിലേക്ക് മടങ്ങി. എല്ലാം നയോമിയോട് പറഞ്ഞു. മകളെ, ആ മനുഷ്യൻ ഇന്ന് വിശ്രമിക്കില്ല, കാര്യം തീരുന്നതുവരെ. അത്രമേൽ നല്ലവനാണവൻ, ദൈവഭയമുള്ളവൻ. അവിടെ ഒരു വലിയ മാറ്റത്തിന്റെ അവസാനമല്ല, ഒരു വലിയ തീരുമാനത്തിന്റെ ആരംഭമായിരുന്നു. അടുത്ത ദിവസം രാവിലെ ബോവാസ് നഗരവാതിലിലേക്ക് നടന്നു. അത് നഗരത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലമായിരുന്നു. മൂപ്പന്മാർ അവിടെ ഇരിക്കുകയായിരുന്നു. ബോവാസ് അടുത്ത ബന്ധുവിനെ വിളിച്ചു. ശാന്തമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞു,
എലീമേലേക്കിന്റെ ഭൂമി നീ ഏറ്റെടുക്കുമോ? ആ മനുഷ്യൻ സമ്മതിച്ചു. പക്ഷേ ബോവാസ് തുടർന്നു, അതിനൊപ്പം മഹലോണിന്റെ ഭാര്യയായ റൂത്തിരേലും നീ സ്വീകരിക്കണം. ആ വാക്കുകൾ കേട്ടപ്പോൾ അവന്റെ മുഖം മാറി. അവൻ ഒരു നിമിഷം മൗനം പാലിച്ചു. പിന്നെ പറഞ്ഞു, എനിക്ക് കഴിയില്ല, അതെന്റെ കുടുംബത്തെ ബാധിക്കും. അവൻ പിന്മാറി. അപ്പോൾ ബോവാസ് മൂപ്പന്മാരുടെ മുന്നിൽ നിന്ന് പറഞ്ഞു, ഇന്ന് നിങ്ങളെല്ലാവരും സാക്ഷികളാണ്. എലീമേലേക്കിന്റെയും മഹലോണിന്റെയും എല്ലാ അവകാശങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നു. റൂത്തിനെ ഞാൻ ഭാര്യയായി സ്വീകരിക്കുന്നു. മൂപ്പന്മാർ കൈ ഉയർത്തി പറഞ്ഞു, യഹോവ ഈ സ്ത്രീയെ റാഹേലിനെയും ലേയയെയും പോലെ ആക്കട്ടെ. നിന്റെ കുടുംബം ബെത്ലഹേമിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ ഒരു അന്യ സ്ത്രീ, ഒരു വിധവ, ഇന്ന് സമൂഹത്തിന്റെ പൂർണ്ണ അംഗമായി. റൂത്ത് ബോവാസിന്റെ ഭാര്യയായി. ഈ വാർത്ത നയോമിയിലേക്കുമെത്തി. ഒരിക്കൽ ശൂന്യത മാത്രം നിറഞ്ഞിരുന്ന അവളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രതീക്ഷയുടെ വെളിച്ചമുയർന്നു. അവൾ പറഞ്ഞു, യഹോവ നമ്മെ മറന്നിട്ടില്ല. റൂത്ത് ബോവാസിന്റെ വീട്ടിലേക്ക് കടന്നുവന്നു. ഇനി അവൾ വിധവയല്ല, ഇനി അവൾ അന്യസ്ത്രീയുമല്ല. ബോവാസിന്റെ വീട്ടിൽ സ്നേഹവും സുരക്ഷയും മര്യാദയും ഒരുമിച്ചു നിറഞ്ഞു. റൂത്തും ബോവാസും ലളിതമായ ജീവിതമാണ് നയിച്ചത്. വയലുകളും വീടും പ്രാർത്ഥനയും പരസ്പര ബഹുമാനവും, അതായിരുന്നു അവരുടെ ലോകം. നയോമിയും അവരോടൊപ്പം താമസിച്ചു. ഒരിക്കൽ എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നിയ ആ സ്ത്രീക്ക് ഇപ്പോൾ ഒരു കുടുംബം തിരികെ ലഭിച്ചു. കാലം കഴിഞ്ഞപ്പോൾ ദൈവം റൂത്തിനോട് കൃപ കാണിച്ചു. അവൾക്കൊരു മകൻ ജനിച്ചു. അവന്റെ പേര് ഒബേദ്. നയോമി കുഞ്ഞിനെ കൈകളിലെടുത്തു. ഒരിക്കൽ ശൂന്യത മാത്രം നിറഞ്ഞിരുന്ന ആ കൈകളിൽ ഇപ്പോൾ ജീവന്റെ ചൂട്. സ്ത്രീകൾ പറഞ്ഞു, നയോമിയെ, നിന്റെ ജീവിതം വീണ്ടും ദൈവകൃപയാൽ നിറഞ്ഞിരിക്കുന്നു. നയോമിയുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. ഇത് വേദനയുടെ കണ്ണീരല്ല, ഇത് കൃതജ്ഞതയുടെ കണ്ണീർ. ഒരിക്കൽ അവൾ പറഞ്ഞത്, ഞാൻ ശൂന്യയായി മടങ്ങി. ഇപ്പോൾ അവൾക്ക് പറയാൻ കഴിഞ്ഞു, ദൈവം എന്നെ വീണ്ടും നിറച്ചു. കാലങ്ങൾ കടന്നു. റൂത്തിനും ബോവാസിനും ജനിച്ച ഒബേദ് വളർന്നു. ഒബേദിന്റെ മകനായി ഈശായി ജനിച്ചു. പിന്നീട് ഈശായിയുടെ മകനായി ദാവീദ് ജനിച്ചു. അതെ, ഇസ്രയേലിന്റെ മഹാരാജാവ് ദാവീദ്. ഒരു ഇടയപ്പയ്യൻ രാജാവായി മാറിയ കഥ. അത് വെറുമൊരു കുടുംബകഥയല്ല, അത് ചരിത്രമായി. ഒരു കാലത്ത് മോവാബ് ദേശത്ത് വിദേശിയായിരുന്ന ഒരു സ്ത്രീ, ഇസ്രായേലിയെ അല്ലാത്ത ഒരാൾ, ഇന്ന് ഇസ്രായേലിന്റെ രാജവംശത്തിന്റെ ഭാഗമായി. റൂത്തിന്റെ മകനിലൂടെ രാജാവ് ദാവീദ് ജനിച്ചു. ഒരു പെൺകുട്ടിയുടെ ലളിതമായ ജീവിതം ഒരു രാജ്യത്തിന്റെ ചരിത്രമായി. ഇതെല്ലാം നടക്കുമ്പോൾ നയോമിയും അവിടെയുണ്ട്. ഒരിക്കൽ അവൾ പറഞ്ഞത്, ഞാൻ ശൂന്യയായി മടങ്ങി. ഭർത്താവും മക്കളും നഷ്ടപ്പെട്ട വേദന മാത്രം നിറഞ്ഞ ഒരു സ്ത്രീ. പക്ഷെ ഇപ്പോൾ അവളുടെ മടിയിൽ ഒരു കുഞ്ഞ്, ഒബേദ്. നയോമി കുഞ്ഞിനെ കൈകളിലെടുത്തു. ഒരിക്കൽ കാലിയായിരുന്ന ആ കൈകൾ ഇപ്പോൾ ജീവനാൽ നിറഞ്ഞു. റൂത്ത് ഒരു അന്യ സ്ത്രീയായി തുടങ്ങി. നയോമി ഒരു ശൂന്യയായ വിധവയായി അവസാനിച്ചു എന്ന് തോന്നിയിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കൈകളിൽ രണ്ടുപേരുടെയും ജീവിതം പുതിയ അർത്ഥം നേടി. റൂത്ത് വിശ്വാസം തിരഞ്ഞെടുത്തു, ത്യാഗം തിരഞ്ഞെടുത്തു, സ്നേഹം തിരഞ്ഞെടുത്തു. നയോമി വേദനയ്ക്കിടയിലും ദൈവത്തെ വിട്ടില്ല. അവസാനം ചരിത്രം നമ്മോട് പറയുന്നത് ഇതാണ്: ഒരു മോവാബ് സ്ത്രീയുടെ വിശ്വാസത്തിലൂടെ ഒരു രാജാവ് ജനിച്ചു. ഒരു വിധവയുടെ കണ്ണീർ സന്തോഷമായി മാറി. ഒരു കുടുംബത്തിന്റെ തകർച്ച ഒരു രാജവംശത്തിന്റെ തുടക്കമായി. റൂത്ത് ഒരു സാധാരണ സ്ത്രീയായി തുടങ്ങി. പക്ഷേ ദൈവത്തിന്റെ കൈകളിൽ അവളുടെ ജീവിതം ചരിത്രമായി മാറി. റൂത്തിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ദൈവം വലിയ കാര്യങ്ങൾ തുടങ്ങുന്നത് ചെറിയ തീരുമാനങ്ങളിൽ നിന്നാണ്. നീ എടുക്കുന്ന ഇന്നത്തെ ചെറിയ തീരുമാനങ്ങൾ
നാളെ ചരിത്രമായി മാറിയേക്കാം. ഇന്നത്തെ റൂത്തിന്റെ കഥ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോ വന്ന ഉടൻ അറിയാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്നും കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വലിയ പ്രചോദനമാണ്. ഇനിയും കൂടുതൽ സ്നേഹവും സന്ദേശവും നിറഞ്ഞ കഥകളുമായി വളരെ പെട്ടെന്ന് വീണ്ടും കാണാം. അപ്പോൾ വരെ എല്ലാവർക്കും സുഖനിദ്ര ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. you